ഫ്രണ്ട്സ്, ഈജിപ്തിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ കൈറോയിൽ നിന്നും അലക്സാണ്ട്രിയയിലേക്ക് ഒരു ഡേ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 240 കിലോമീറ്റർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഡ്രൈവ് ആണ് നമുക്ക് വരുന്നത്. ലോകം മുഴുവൻ പിടിച്ചടക്കണം എന്ന ആഗ്രഹവുമായിട്ട് ഗ്രീസിൽ നിന്ന് പുറപ്പെട്ട് ഈജിപ്തിലെത്തിയപ്പോൾ ഈജിപ്തിന്റെ ഭംഗി കണ്ട് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് സ്വന്തം പേരിൽ ഒരു ഗ്രീക്ക് നഗരം തന്നെ ഉണ്ടാക്കണം എന്ന് അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആഗ്രഹിച്ചു. അങ്ങനെയാണ് അലക്സാണ്ട്രിയ ഉണ്ടാകുന്നത്. ഈജിപ്ത് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ടിപ്പാണ്, കയ്യിൽ എപ്പോഴും ഈജിപ്ഷ്യൻ പൗണ്ട് കരുതുക. ചില ഷോപ്സും മ്യൂസിയംസും ഒഴിച്ച് ബാക്കി എല്ലാ പ്ലേസിലും നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് അലക്സാണ്ട്രിയയിലെ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനായ കാറ്റാകോംബ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനു മുന്നേ ആയിട്ട് ഞാൻ അലക്സാണ്ട്രിയനെ പറ്റി കുറച്ച് പറയാം. ഹിസ്റ്ററികളിൽ നമ്മൾ കേട്ട് പരിചരിച്ചിട്ടുള്ള പുരാതന അലക്സാണ്ട്രിയയുടെ വളരെ ചുരുക്കം റിമൈനിങ്സ് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന അലക്സാണ്ട്രിയയിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് കാരണം, ഒരു കാലത്ത് ഈജിപ്തിന്റെ തന്നെ തലസ്ഥാന നഗരമായിരുന്നു അലക്സാണ്ട്രിയ. ജൂലിയസ് സീസർ അലക്സാണ്ട്രിയ ഭരിച്ചിരുന്ന കാലത്ത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് മെഡിറ്ററേനിയൻ കടലിലുള്ള കുറച്ച് ബോട്ടുകൾക്ക് ഇവർ തീയിടുകയും ആ ഒരു തീ അലക്സാണ്ട്രിയ നഗരത്തെ മൊത്തം വിഴുങ്ങുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അതിനുശേഷം എർത്ത്ക്വേക്ക്, സുനാമി പോലെയുള്ള ഒത്തിരി നാച്ചുറൽ ഡിസാസ്റ്ററിലൂടെ കടന്നുപോയ അലക്സാണ്ട്രിയ ഇന്ന് കംപ്ലീറ്റ്ലി മെഡിറ്ററേനിയൻ കടലിന് അടിയിലും നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഒരു പുതിയ സിറ്റിയുടെ അടിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ക്ലിയോപാട്രയുടെ പാലസ്. അത് കംപ്ലീറ്റ്ലി മെഡിറ്ററേനിയൻ കടലിന് അടിയിലാണ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാറ്റാകോംബിലേക്ക് തിരിച്ചു വരാം. കാറ്റാകോംബിന്റെ ചരിത്രം തുടങ്ങുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 35 അടി താഴ്ചയിൽ കിണറുകൾ ഉണ്ടാക്കി അതിനകത്ത് 3 ലെയറുകളിലായിട്ട് ശവകുടീരങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. അതാണ് കാറ്റാകോംബ് എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു കാറ്റാകോംബ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 1900-ലാണ്. ആ ഒരു സമയത്ത് ഇതിനകത്ത് നിറയെ വെള്ളമായിരുന്നു. അപ്പൊ അതൊക്കെ ഡ്രെയിൻ ചെയ്ത് വന്നപ്പോൾ കുറെ സാധനങ്ങളൊക്കെ മിസ്സായി, കുറെ കാര്യങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു. എന്നാലും ഇപ്പോൾ ഉള്ള ആ ഒരു ചുമർചിത്രങ്ങളും അവിടുത്തെ പ്രതിമകളൊക്കെ വെച്ചിട്ട് പറയുന്നത് റോമൻ, ഗ്രീക്ക്, ഈജിപ്ഷ്യന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് ഉള്ളത് എന്നാണ്. പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവും അവൈലബിൾ അല്ല. ഇതിനകത്ത് നിന്നും മനുഷ്യരുടെ മാത്രമല്ല ഒത്തിരി മൃഗങ്ങളുടെയും അസ്ഥികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ അവിടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനുള്ളിലേക്കുള്ള വഴി, അതൊരു വേറൊരു ലൊക്കേഷനിൽ സ്റ്റെപ്പ് വഴിയാണ് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയതനുസരിച്ച് ആ ഒരു സ്റ്റെപ്പ് ഡാമേജ് വരാൻ തുടങ്ങി. അപ്പോൾ അവരിപ്പം രണ്ടാമത് ആ ഒരു കിണറിന്റെ സൈഡിലൂടെ തന്നെ ഒരു വഴി ഉണ്ടാക്കിയിട്ട് അതുവഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ ഇത്ര നേരം സംസാരിച്ച ആ ഒരു വലിയ ലോകം, ആ ഒരു കാറ്റാകോംബ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഭൂമിയുടെ അടിയിലായിട്ടാണ്. അലക്സാണ്ട്രിയയിലെ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ പോംബി പില്ലേഴ്സ് ആണ്. പുരാതന അലക്സാണ്ട്രിയയുടെ റിമൈനിങ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു പോംബി പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള റോമൻ പില്ലേഴ്സുകളിൽ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ളത് ഈ ഒരു പോംബി പില്ലറാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിന്റെ ഉയരം വരുന്നത് 27 മീറ്റർ ആണ്. ഗ്രാനൈറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ സുനാമി വന്നു, എർത്ത്ക്വേക്ക് വന്നു, എന്നിട്ടൊന്നും അനങ്ങാതെ നിൽക്കുന്ന ഈ ഒരു പോംബി പില്ലർ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പുരാതന റോമൻ ആംഫി തിയേറ്ററിലേക്കാണ്. അലക്സാണ്ട്രിയ നഗരത്തിൽ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ആംഫി തിയേറ്റർ. ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിലെ ഒരു പൊതു സവിശേഷതയായിരുന്നു ഇങ്ങനെയുള്ള തിയേറ്ററുകൾ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ആ ഒരു ആംഫി തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഭൂമിയുടെ നിരപ്പിൽ നിന്നും എത്രയോ താഴത്തേക്കാണ്. ഈ ഒരു റോമൻ തിയേറ്ററിനെ മറ്റ് തിയേറ്ററുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിന്റെ എൻട്രൻസ് ആണ്. നമ്മൾ അതിന്റെ എൻട്രൻസിൽ വന്നിട്ട് ഒരു സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി പറയുന്ന രീതിയിൽ കുരിശും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിന്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് അറബിയിൽ എഴുതിയിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇപ്പൊ കാണുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ അടിത്തട്ടിൽ എവിടെയോ ആയിട്ടാണ് ഇന്ന് ക്ലിയോപാട്രയുടെ പാലസ് സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ തന്നെ മനുഷ്യന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ക്ലിയോപാട്രയുടെ ശവകുടീരവും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു കടലിനടിയിലാണ് എന്നാണ് ഇപ്പം വിശ്വസിക്കുന്നത്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ ക്വാത്തിബി സീറ്റാഡൽ ആണ്. ഈജിപ്തില് മാത്രമല്ല, മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു സീറ്റാഡൽ. ഈജിപ്തിന്റെ നല്ലൊരു ഭാഗം ബോർഡർ ഷെയർ ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലുമായിട്ടാണ്. അപ്പൊ മെഡിറ്ററേനിയൻ കടൽ വഴി വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി സുൽത്താൻ ക്വാത്തിബിയാണ് 15ാം സെഞ്ചുറിയിൽ ഈ ഒരു സീറ്റാഡൽ നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്നിത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ പെടുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഈ ഒരു സീറ്റാഡലില് നമ്മളെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ രീതിയാണ്. കാരണം അതിൽ പ്രത്യേകമായിട്ട് രാജാവിന് വേണ്ടി ഒരു ഏരിയ ഉണ്ട്, അവർക്ക് ശത്രുക്കൾ വരുന്നത് കാണാനും അതിനുള്ള ഫെസിലിറ്റി. അതുകൂടാതെ അതിന്റെ എയർ സർക്കുലേഷൻ സിസ്റ്റം, കടൽ വഴി വരുന്ന കാറ്റാണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി പല തരത്തിലുള്ള സെറ്റപ്പുകൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. നമ്മൾ ഈജിപ്ത് എന്ന് വിചാരിക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പിരമിഡുകള്, മമ്മികളൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൈറോ സിറ്റി സെലക്ട് ചെയ്തത്. ശരിക്കും കൈറോ സിറ്റിയിൽ നിന്ന് മറ്റ് സിറ്റികളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൈറോ ഒന്ന് ഈസി ആയിട്ട് ഡേ ട്രിപ്പ് വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് അലക്സാൻഡ്രിയ. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാവല് വർത്തായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത്. നമ്മൾ ആൻഷ്യൻ വേൾഡ് വണ്ടേഴ്സ് നോക്കുവാണെങ്കിൽ അതിൽ അലക്സാൻഡ്രിയയിലെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. എന്നാൽ പിന്നീട് കണ്ടിന്യൂസ്ലി ഉണ്ടായ എർത്ത് ക്വേക്കിൽ ഈ ഒരു ലൈറ്റ് ഹൗസ് നശിച്ചു പോവുകയും അതിന് പകരമായിട്ടാണ് അറേബ്യൻസ് ഈ ഒരു സീറ്റാഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിലേക്കാണ്. ഇന്ന് അലക്സാൻഡ്രിയ അറിയപ്പെടുന്നത് ഈ ഒരു ലൈബ്രറിയുടെ പേരിലാണ്. ലൈബ്രറി എന്ന് പറയുമ്പോൾ ചെറിയൊരു ലൈബ്രറി അല്ല, അവിടെ എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു ലൈബ്രറി. ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മെഡിറ്ററേനിയൻ കടൽ വഴി ശത്രുക്കൾ വന്നപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കടലിലെ കുറച്ച് ബോട്ടുകൾക്ക് ജൂലിയസ് സീസർ തീ ഇടുകയുണ്ടായി. എന്നാൽ ഈ ഒരു തീ അലക്സാൻഡ്രിയ നഗരത്തെ മൊത്തം വിഴുങ്ങിയെന്ന് ഈ ഒരു കഥയ്ക്ക് 100% ശരിയാണ് എന്ന് വെക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ അലക്സാൻഡ്രിയക്ക് തീ പിടിച്ചിട്ടുണ്ട്, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ കഴിവുണ്ടായിരുന്ന പുരാതന ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന അലക്സാൻഡ്രിയയുടെ ലൈബ്രറിയാണ്. പിന്നീട് ലോക രാജ്യങ്ങൾ ഒരുമിച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ദി ഗ്രേറ്റ് ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയ പുനർനിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളുടെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് ഈ ഒരു ലൈബ്രറിയും ഇന്ന് കാണാൻ സാധിക്കും. ഇതിനകത്ത് ബുക്സ് മാത്രമല്ല, ഒത്തിരി മ്യൂസിയംസും എക്സിബിഷൻസും ഒക്കെ ഉണ്ട്. ഇത്രയും വലിയ ഈ ഒരു ലൈബ്രറിയിൽ എന്നെ അട്രാക്ട് ചെയ്തത് മുസ്ലിങ്ങളുടെ ഹോളി പ്ലേസ് ആയിട്ടുള്ള മക്കയിലെ കഅബ, അത് മറച്ചിട്ടുള്ള കറുത്ത ഒരു തുണിയുണ്ട്. അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ത്രെഡ് കൊണ്ടാണ്. നമ്മുടെ സൗദി വ്ലോഗ് കണ്ടവർക്കറിയാം. അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള പെർമിഷൻ പ്രത്യേകം ഫാമിലികൾക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് മൊത്തത്തിൽ പറയാ തുർക്കിക്കാരാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. എന്നാൽ ഇതിന്റെ ഡോറിന്റെ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഈജിപ്ഷ്യൻ ഫാമിലിക്കായിരുന്നു. അപ്പൊ പണ്ട് കാലത്ത് ഇവർ ഈ ഒരു ക്ലോത്തിൽ ത്രെഡ് വർക്ക് ചെയ്ത് അതിനുശേഷം ആ സൈഡിലുള്ള വീട് പോലെയുള്ള ആ ഒരു ബോക്സിലാക്കി ഒട്ടകപ്പുറത്താണ് സൗദിയിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഈ ഒരു ലൈബ്രറിയുടെ മറ്റൊരു പ്രത്യേകത കുട്ടികൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികൾക്ക് ശരിക്ക് മറ്റേ ലൈബ്രറിയിലേക്ക് പെർമിഷൻ ഇല്ല, കുട്ടികൾക്ക് ഈ ഒരു ഏരിയ മാത്രമേ പെർമിഷൻ ഉള്ളൂ. അപ്പൊ അവർക്ക് അവിടെ ഒത്തിരി ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അലക്സാൻഡ്രിയ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും സീ ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് മടങ്ങരുത്. ഏറ്റവും നല്ല സീ ഫുഡ് കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് അലക്സാൻഡ്രിയ. അപ്പൊ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വന്നപാട് ഫ്രഷ് ഫിഷ് ആണ്. അപ്പം അതിൻ്റെ കിലോയ്ക്കാണ് നമ്മൾ റേറ്റ് പറയുന്നത്. അപ്പം നമുക്ക് ഏത് ഫിഷ് ആണോ വേണ്ടത്, ഏത് രീതിയിലാണോ കുക്ക് ചെയ്യേണ്ടത്, അത് ഷെഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു രീതിയിൽ നമുക്കത് കുക്ക് ചെയ്ത് തരും. നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി സീ ഫുഡിൻ്റെ കൂടെ കടലിലോട്ട് തള്ളിയാണ് ഇതിൻ്റെ സിറ്റിംഗ് പ്ലേസ് ഉള്ളത്. അപ്പം നല്ലൊരു ബീച്ച് വൈബും നമുക്ക് കിട്ടും. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൾഡ് കൈറോ സിറ്റിയിലെ വിശേഷങ്ങളാണ്.
അതുകൂടാതെ ഫറോവയുടെ മമ്മി സ്ഥിതി ചെയ്യുന്ന നാഷണൽ മ്യൂസിയവും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.